ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അർപ്പിക്കുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുക. ദൈവമായി കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് എല്ലാ നിലകളിലും നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ആത്മാവിൽ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൽ എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഈ പകൽ നമ്മൾ ചിന്തിക്കാനായി പോകുകയാണ്. എങ്ങനെയാണ് ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? അതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാൽ സന്തോഷമായിരിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാമത്തെ അധ്യായം 14-ാം വാക്യം. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. സ്തോത്രം. ഫലകരമായി പ്രാർത്ഥിക്കാൻ എങ്ങനെ കഴിയും? നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം എങ്ങനെയാണ് അംഗീകരിക്കുന്നത്? വിവിധ പ്രാർത്ഥനകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകൾ നമുക്ക് കേൾപ്പാനിടയായി. എന്നാൽ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് നൽകുന്ന അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കേണ്ടതാണെന്ന് പൗലോസ് സ്തോത്രം വളരെ വ്യക്തമാക്കുകയാണ്. പൗലോസ് അന്യഭാഷയിൽ, ഞാൻ കർത്താവ് കഴിഞ്ഞാൽ പുതിയ നിയമഭാഗത്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ദൈവമനുഷ്യനാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. കാര്യം പൗലോസിൻ്റെതായിരിക്കുന്ന അത്രമാത്രം വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ചൊരു മനുഷ്യൻ വേറെ ഉലകിലില്ല. ദൈവസഭയ്ക്ക് വരുവാനിരിക്കുന്ന ദൈവസഭയ്ക്ക് എക്കാലത്തും വായിച്ചറിയേണ്ടതിന് ആത്മാവിൽ ദൂത് കൈമാറിയ ഒരു കർത്തൃദാസന പൗലോസ്. അദ്ദേഹം അന്യഭാഷയിൽ അധികം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യത്തോട് ബന്ധപ്പെട്ട 14-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. 15-18 വാക്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് വചനം പറയുക. അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനാൽ നമ്മുടെ ചിന്തകൾ സ്വർഗീയവും ദൈവഹിതവുമായി മാറുന്നു. സ്തോത്രം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ, ഞാൻ ഈ ക്ലാസ്സിൽ എങ്ങനെ ആത്മാവിനെ പ്രാപിക്കാൻ കഴിയും, അഭിഷേകത്തിൻ്റെ നിറവ് എങ്ങനെയാണ് കഴിയുന്നത് എന്നിത്യാദി വിഷയങ്ങൾ ഒക്കുന്നതുപോലെ സംസാരിക്കാൻ ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു, പക്ഷെ ആരും തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. അന്യഭാഷ ആത്മീയ വർധനവ് വരുത്തുന്നതാകിയാൽ ആത്മാവിലുള്ള പ്രാർത്ഥന അത് വളരെ ഗുണകരമായി തീരുന്ന ഒരു വസ്തുതയാണ്. സ്തോത്രം. രഹസ്യ പ്രാർത്ഥനയിൽ അന്യഭാഷയിലുള്ള പ്രാർത്ഥനയ്ക്ക് അധികം നമുക്ക് സമയം എടുക്കാം. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥനയുടെ ടേംസ് എങ്ങനെയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്തുതിക്കുക, അനുതാപവും ഏറ്റുപറച്ചിലുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക, 2-ാമത്തെ ഭാഗം. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വിഷയങ്ങളെ അവതരിപ്പിക്കുക. 4-ാമത്തെ ഭാഗം നന്ദി പറയുക. ഇങ്ങനെയാണ് പ്രാർത്ഥനയുടെ തലങ്ങൾ പോകുന്നത്. പക്ഷേ മണിക്കൂറുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ ഗുണകരമായിരിക്കുന്നൊരു വസ്തുത. അപ്പോൾ ചോദിക്കും, പക്ഷേ അന്യഭാഷ പ്രാപിച്ചിട്ടില്ലല്ലോ, അതിനെന്താ വഴി? അത് ഞാൻ പുറകാലെ പറയാം. അപ്പോൾ രഹസ്യ പ്രാർത്ഥനയിൽ അന്യഭാഷയിലുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം അധികം എടുക്കുന്നത് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മീക വർധനവ് പ്രാപിക്കാൻ പുതിയ നിയമത്തിലെ അവസാനത്തെ ലേഖനമായ യൂദയുടെ ലേഖനകർത്താവ് ഓർപ്പിക്കുക. 1-ാം അധ്യായം 20-ാം വാക്യം വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. പിശാചിന് തിരിച്ചറിയാൻ കഴിയാത്ത സ്വർഗീയ ഭാഷകൾ എല്ലാം അല്ല കേട്ടോ, പിശാചിന് തിരിച്ചറിയാൻ കഴിയാത്ത സ്വർഗീയ ഭാഷകൾ അന്യഭാഷയിലുണ്ട്. അതിനാൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത് ദൈവജനത്തിന് എക്കാലത്തും അനുഗ്രഹമാണ്
എന്ന് പറയുന്നതിൽ അവൻ രണ്ടു പക്ഷമില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ആത്മാവിലെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം പറയാം. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളിവിടെ വായിച്ചത് എന്താണ്? ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്കും പരിജ്ഞാനത്തിനും അതീതമായ ഒരു പ്രാർത്ഥനയാണ് ആത്മാവിൻ്റെ പ്രാർത്ഥന. നിങ്ങൾ ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. സ്തോത്രം. എഴുതിക്കോളൂ. മനുഷ്യന്റെ ബുദ്ധിക്കും പരിജ്ഞാനത്തിനും അതീതമായ പ്രാർത്ഥനയാണ് ആത്മാവിലെ പ്രാർത്ഥന. സ്തോത്രം. ആത്മാവിലെ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ നിർവചനമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ ബുദ്ധിക്കും പരിജ്ഞാനത്തിനും അതീതമായ സ്തോത്രം ആ ഒരു പ്രാർത്ഥന. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, അല്ലാത്ത പക്ഷേ എൻ്റെ ബുദ്ധി അഫലമായിരിക്കുന്നു. അപ്പോൾ അന്യഭാഷാ വരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കണം. സ്തോത്രം. മനുഷ്യരോടല്ല നമ്മൾ സംസാരിക്കുന്നത്, ദൈവത്തോട്. ഓൾറെഡി ഞാൻ ആ കാര്യം പറഞ്ഞു. സ്തോത്രം. ഈ അന്യഭാഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ഒരു പാർശ്വഫലമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നാം പൂർണ്ണമായും വിധേയപ്പെടുന്നതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് ആത്മാവിൽ ഉച്ചരിക്കുന്ന ഭാഷയിലൂടെയോ ഞരക്കങ്ങളിലൂടെയോ ഒക്കെ നമുക്ക് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ കഴിയും. സ്തോത്രം. ഞാൻ ആ ഭാഗം കുറച്ചുകൂടെ നിങ്ങൾക്ക് വിശദീകരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മറ്റൊരു ദൃഷ്ടാന്തത്തിലൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചാൽ വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരം, താൻ എന്ന് പറയുന്നത് യേശുകർത്താവിനെ കുറിച്ചാ, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകില്ല. അപ്പോൾ യേശുക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് എബ്രായ ലേഖനം 7:25 പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്കൊരു മുന്നോടിയായിട്ടും മാതൃകയായിട്ടും ഈ വാക്യം നിലകൊള്ളുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് പോലും സാക്ഷാൽ നമ്മുടെ കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്കതൊരു മാതൃകയായിട്ട് നിലകൊള്ളുകയാണ്. അതിനർത്ഥം പ്രാർത്ഥിക്കുന്നവർ തനിച്ചല്ല കേട്ടോ. സ്തോത്രം പറയാവോ? പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ആരുണ്ട്? ഒരു കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. കാരണം യേശു കർത്താവിനോടൊപ്പമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ആ തലങ്ങൾ നിങ്ങൾ പരിശുദ്ധാത്മാവ് സ്വീകരിച്ച് സ്തോത്രം അവയെ വിശ്വാസികളുടെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് വിക്ഷേപിക്കുകയും അവിടെ നിന്ന് വീണ്ടും പ്രാർത്ഥനയെ ഒരു തരംഗമാക്കി സ്തോത്രം ദൈവസന്നിധിയിലേക്ക് മാറ്റുന്ന ഒരു തലമായി നമുക്ക് പ്രാർത്ഥനയെ കാണുവാനായി കഴിയും. ആ നിലയിൽ ആത്മാവിലുള്ള പ്രാർത്ഥന സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണെന്ന് പറയുന്നതിനകത്ത് തർക്കമില്ല. അതുകൊണ്ട് അത് വളരെ ശ്രേഷ്ഠകരമായിരിക്കുന്ന തികവുള്ള ഒരു നിലയിൽ ആണ് എന്ന് പറയുന്നതിനകത്ത് സ്തോത്രം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എനിക്കറിയാം അത്രത്തോളം പെട്ടെന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായെന്ന് വരികയല്ല. ശാന്തമായിട്ട് ഞാൻ വിശദീകരിക്കാം. ശ്രദ്ധിക്ക്, ഈ ആത്മാവിലെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്നാ? ആത്മാവിലെ പ്രാർത്ഥന സ്തോത്രം വേദപുസ്തകം പഠിക്കുമ്പോൾ വളരെ ഊർജ്ജസ്വലവും ശക്തിയേറിയതുമായി നിലകൊള്ളുകയാണ്. ഊർജ്ജസ്വലവും ശക്തിയേറിയതും. നോട്ട് ചെയ്തോളൂ. ആത്മാവിലെ പ്രാർത്ഥന, ആത്മാവിനാലുള്ള പ്രാർത്ഥന ഊർജ്ജസ്വലവും ശക്തിയേറിയതുമാണ്. സ്തോത്രം. പ്രാർത്ഥനയെക്കുറിച്ച് ഭക്തന്മാർ നൽകിയിട്ടുള്ള വിലപ്പെട്ട വിശേഷണങ്ങൾ എല്ലാം സ്തോത്രം പ്രസ്താവിക്കുന്നത് ആത്മാവിലുള്ള പ്രാർത്ഥനയോട് അനുബന്ധിച്ച ആത്മാവിലെ പ്രാർത്ഥന. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പീരങ്കിയുടെ ശക്തിയുണ്ട്. യുദ്ധത്തിൻ്റെ ഒരു ആയുധമായി ഈ പീരങ്കികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത്രമാത്രം ഭയങ്കര പവറുണ്ട്.
സ്തോത്രം. പല നിർവചനങ്ങൾ നമ്മൾ പറയാറുണ്ട്. പ്രാർത്ഥന സ്വർഗത്തിൻ്റെ താക്കോലാണ്, പ്രാർത്ഥന ഏത് പ്രതികൂലങ്ങളിൽ ജീവിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ആത്മാവിലെ പ്രാർത്ഥനയെക്കുറിച്ച് ഇത് പറയുമ്പോൾ ഒരു 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 മിസൈൽ വിക്ഷേപിക്കുന്നതിന് എത്രമാത്രം ഊർജം അനിവാര്യമായിരിക്കുന്നുവോ അതുപോലെ സ്തോത്രം പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴിച്ചുകൂടാനാകാത്തതാണ്. സ്തോത്രം. ഈ നമുക്കറിയാം, ഈ മിസൈലിൻ്റെ ദൂരശേഷി നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മിസൈലിൻ്റെ ദൂരശേഷി നിർണ്ണയിക്കുന്നത് ഇന്ധനത്തിൻ്റെ അഥവാ ഊർജത്തിൻ്റെ അളവനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇന്ധനം കത്തിത്തീരുമ്പോൾ മുൻപോട്ടുള്ള ശക്തിയും അവിടെ നിലയ്ക്കുകയാണ്. ഇന്ധനം എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് എന്ത് ചെയ്യത്തുള്ളൂ, ഇത് മുമ്പിലേക്ക് പോകുള്ളൂ. ഇതുപോലെ സ്തോത്രം പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ ഊർജത്തിലാണ് എന്ത് ചെയ്യുന്നത്, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്മാവിലെ പ്രാർത്ഥന നമുക്ക് ഊർജസ്വലതയും മറിച്ച് ശക്തിയും നൽകുന്നതാണ്. സ്തോത്രം. നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തോട് ഞാൻ ഈ ഭാഗം ഒന്ന് കണക്ട് ചെയ്യാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം 1/2 മണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർക്ക് 7 കാകൾ ലഭിച്ചു. മറ്റൊരു ദൂതൻ സ്വർണ്ണ ധൂപകലശവുമായി വന്നു, യാഗപീഠത്തിന് അരികെ നിന്നു. അടുത്ത ഭാഗം, സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരോടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. സ്തോത്രം. അപ്പം ധൂപവർഗത്തിന്റെ പുക ആരുടെ പ്രാർത്ഥനയോടാ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. അപ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ എന്തോ ഉണ്ട്? ഒരു എൻറ്ററിങ് ഉണ്ട്, ഒരു പ്രവേശനമുണ്ട്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഒരു എൻറ്ററിങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രവേശനമുണ്ടെങ്കിൽ, എൻ്റെ ചോദ്യം ഇതാണ്, പരിശുദ്ധാത്മാവിൽ നിറയാത്തവർ എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കും? സ്തോത്രം. അവിടെ ഒരു ആശങ്ക നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് പോലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വളരെ നല്ലത്. എന്താ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കറിയാം, പാപത്തെ, നീതിയെ, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ജീവിതത്തിൻ്റെ തലങ്ങൾ നമുക്ക് നയിക്കാൻ പരിശുദ്ധാത്മാവ് വളരെ പ്രയോജനം ചെയ്യുന്നതിനാൽ സ്തോത്രം, വിശുദ്ധരുടെ പ്രാർത്ഥന വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ധൂപവർഗത്തിന്റെ പുക സ്വർഗത്തിൽ പ്രവേശിച്ചെങ്കിൽ സ്തോത്രം, പ്രാർത്ഥന ആത്മാവിൽ നിറയപ്പെടുന്ന, അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെട്ടും ആത്മാവിൽ നിറഞ്ഞും നിയന്ത്രിക്കപ്പെട്ടും ആത്മാവിൽ പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിക്കേണ്ടവരാണ് സ്തോത്രം ആര്? ദൈവത്തിന്റെ വിശുദ്ധ ജനമെന്ന് പറയുന്നത്. മനസ്സിലായോ? വിശുദ്ധജനം ആരാ? വിശുദ്ധജനം. നമ്മൾ പാടാറുണ്ട്, ഇതുപോലൊരു ജാതി ഉണ്ടോ, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടാറുണ്ട്. പക്ഷേ സ്തോത്രം, ദൈവാത്മാവിൽ പറയാം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞും നിയന്ത്രിക്കപ്പെട്ടും ആത്മാവിൽ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ യഥാർത്ഥമായ വിശുദ്ധജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കൈവശമുള്ള ധൂപവർഗം ചേർന്ന് ദൈവത്തിന് പ്രസാദകരമായി തീരുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ ഭൂമിയിൽ വെളിപ്പെടുന്നത്. സ്തോത്രം. ഇവിടെ വായിക്കുന്നത് 8:5 വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, ദൂതൻ ധൂപകലശമെടുത്തു, യാഗപീഠത്തിലെ കനൽ നിറച്ചു, ഭൂമിയിലേക്ക് എറിഞ്ഞു, ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പമൊക്കെ ഉണ്ടായി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്തോത്രം, അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയതിന് ശേഷമാണ് ധൂപകലശം ഭൂമിയിലേക്ക് എറിഞ്ഞത്. അപ്പോൾ പ്രാർത്ഥനയുടെ സ്തോത്രം ആവശ്യകത ഊന്നിപ്പറയാൻ സഹായിക്കുന്ന ഒരു തികഞ്ഞ ദൃഷ്ടാന്തമാണ് വെളിപ്പാട് പുസ്തകത്തിനകത്ത് കാണുവാനായി കഴിയുന്നത്. ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഹേതുവായിട്ട് തന്നെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ഭൂമിയിൽ തെളിയിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൽ വിശുദ്ധിയോടെ നിന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്രം. അടുത്ത ഭാഗം പറയാം, പ്രാർത്ഥന
ആത്മാവിലെ പ്രാർത്ഥന ഊർജ്ജസ്വലതയും ശക്തിയും നൽകുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ഭാഗം പറയാം, ആത്മാവിലെ പ്രാർത്ഥന ഞരക്കങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. മനസ്സിലായോ? ആത്മാവിലെ പ്രാർത്ഥന എങ്ങനെയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? പല നിലകളിലാണ്. ഒന്ന്, സ്തോത്രം, ഇവിടെ പറയാം, ആത്മാവിലുള്ള പ്രാർത്ഥന ഞരക്കങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? റോമാലേഖനം 8-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, ആത്മാവ് തന്നെ എന്താ ഉച്ചരിച്ചുകൂടാത്ത. ഒന്ന് വായിച്ച വാക്യം, റോമാലേഖനം 8:26-27. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അടുത്ത, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. കണ്ടോ, അവിടെ വായിച്ചത് ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. അപ്പൊ ശ്രദ്ധിക്കുക, ആത്മാവിലെ പ്രാർത്ഥന എങ്ങനെയാ വെളിപ്പെടുന്നത്? ഞരക്കങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു ആത്മാവിലെ പ്രാർത്ഥന. സ്തോത്രം. എങ്ങനെയാണ് ആത്മാവിനെ പ്രാപിക്കുന്നത്? ഞാൻ പുറകാലം പറയാം. അപ്പോൾ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. കൂടാതെ വചനം പറയുന്നു, എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഗീത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ശാന്തമായി പറയാം, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ദൈവത്തോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ വായിച്ചത്. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിലൂടെയാണ് ആത്മാവ് എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ആത്മാവ് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതും. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിച്ചില്ലേലും ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ദൈവം അറിയുകയാണ്. സ്തോത്രം. നമുക്ക് ഒരുപക്ഷെ വാക്കുകളൊന്നും പറഞ്ഞെന്ന് വരികയില്ല, പക്ഷെ നമ്മുടെ ആത്മാവ് മനസ്സിൽ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ആമി സ്തോത്രം. അത് ഏതിലെ പ്രാർത്ഥനയാ? ആത്മാവിൽ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, പക്ഷെ ആത്മാവിന്റെ ചിന്ത എന്താണെന്ന് ദൈവം തിരിച്ചറിയുക. സ്തോത്രം. ആത്മാവിന്റെ ഞരക്കങ്ങൾ ഒരു സ്ത്രീയുടെ പ്രസവ വേദന പോലെ തീവ്രമായിരിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിന്റെ ഗൗരവം എത്രമാത്രം മനസ്സിലാകും. സ്തോത്രം. അതുകൊണ്ട് പറയട്ടെ, വാക്കുകളാൽ ഉച്ചരിക്കാൻ സാധിക്കാത്തതെങ്കിലും ദീർഘനിശ്വാസങ്ങളിലൂടെയും തേങ്ങലുകളിലൂടെയും പ്രാർത്ഥിക്കുവാൻ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുക. പണ്ട് ഒരു സഹോദരി ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചെന്ന് നമുക്കറിയാം. ആരാണ്? ഹന്ന. അവള് ശബ്ദമുയർത്തിയില്ല, ചുണ്ടനങ്ങിയതേ ഉള്ളൂ, ശബ്ദമുയർത്തിയില്ല, ശബ്ദം പുറത്തു വന്നില്ല. പക്ഷെ അവളുടെ വിഷയത്തെ കണ്ടൊരു സ്വർഗമുണ്ട്. ഇതുപോലെ വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ ദീർഘശ്വാസങ്ങൾ, സ്തോത്രം, ദീർഘശ്വാസങ്ങളിലൂടെയും തേങ്ങലുകളിലൂടെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെന്നതിൽ രണ്ടു പക്ഷമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന വിധം പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നിശ്ചയമായും ദൈവസന്നിധിയിൽ എത്തുക തന്നെ ചെയ്യുമെന്നതിൽ സംശയം വേണ്ട. യേശുക്രിസ്തുവും പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് പക്ഷപാതം ചെയ്യുന്നതിനാൽ ഈ ഞരക്കങ്ങളെ വിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ പ്രതിഫലിപ്പിച്ച് തരുന്നതായി നമുക്ക് കണക്കാക്കാൻ കഴിയും. അപ്പോൾ ആത്മാവിലെ പ്രാർത്ഥന എങ്ങനെ വെളിപ്പെടും? ഞരക്കങ്ങളായി വെളിപ്പെടും. ഇനി സ്തോത്രം, അടുത്തെങ്ങനെ, എന്തിനു വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കണം? കേട്ടോളൂ, മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവാൻ. നമ്മൾ ആ വാക്യം പറയാറുണ്ട്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. എന്നാൽ ഇനി പറയുന്ന വാക്യം നിങ്ങൾ കേട്ടോളൂ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. എന്തിനാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്? ആത്മാവിലെ പ്രാർത്ഥന ഞരക്കങ്ങളായി വെളിപ്പെടുമെന്ന് പറയുമ്പോൾ അടുത്ത ഭാഗം പറയാം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കാൻ ആത്മാവിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സ്തോത്രം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? മടുത്തു പോകരുത്. അതിനർത്ഥം മടുപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, പക്ഷെ വചനം പറയുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. സ്തോത്രം. ഞാനത് വായിപ്പിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ആശയം പിടികിട്ടും. വായിച്ചേ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും
ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. സ്തോത്രം. കണ്ടോ, പൗലോസ് പറയുന്ന വാക്ക് കണ്ടോ? ഏതു നേരത്തും എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. പ്രാർത്ഥനയിൽ എന്തോ കാണിക്കണം? പൂർണ്ണ സ്ഥിരത കാണിക്കണമെന്ന് പൗലോസ് പ്രബോധിപ്പിക്കുക സഭയോട്. അപ്പോ മടുത്തുപോകാതെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉടമയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ആത്മാവിൽ പ്രാർത്ഥിക്കണം. വല്ലപ്പോഴും പ്രാർത്ഥിക്കണമെന്നല്ല അവിടെ പറയുന്നത്. വായിച്ചത് ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് പൂർണ്ണ സ്ഥിരത നമ്മൾ കാണിക്കണം. സത്യത്തിൽ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയുടെ ആമേൻ ആ ഒരു സാന്നിധ്യം തന്നെ പ്രാർത്ഥനയ്ക്കുള്ള ആമേൻ സ്തോത്രം, പ്രാർത്ഥനയ്ക്കുള്ളൊരു ഊർജം, പ്രാർത്ഥനയ്ക്കുള്ളൊരു ദർശനം, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു വിശപ്പ്, ദാഹം, ഇവയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമായി നിലകൊള്ളുകയും ആത്മാവ് സ്തോത്രം ഒരു പ്രചോദനം തരാതെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. അതുകൊണ്ട് ആത്മാവ് തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ അതിനുള്ള ഒരു ദാഹം നമുക്ക് തരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആത്മാവിൽ നിറയാത്തവർക്ക് പ്രാർത്ഥനയിൽ മടുപ്പ് അനുഭവിക്കും. ആ ഒരു നിറവ് അനുഭവിച്ചാൽ നിശ്ചയമായും നിങ്ങൾ മണിക്കൂറുകൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. അതുകൊണ്ട് സ്തോത്രം, ആമേൻ, ജീവിതത്തിനകത്ത് പ്രാർത്ഥനയില്ലായ്മ, പ്രാർത്ഥനക്കുറവ്, ഇവയെല്ലാം സ്തോത്രം എന്താണെന്നറിയോ? ആത്മനിറവില്ലായ്മയുടെ അനുഭവങ്ങളാണ്. എത്ര പേർക്ക് ഗൗരവം മനസ്സിലാകുന്നുണ്ട്? ഒരു ആത്മനിറവിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വേണ്ടുന്ന വണ്ണം പ്രതിഫലിപ്പിക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആമേൻ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനക്കുറവ്, പ്രാർത്ഥനയില്ലായ്മ. സ്തോത്രം. ആമേൻ. എല്ലാ ദിവസവും 4 മണിക്ക് 4 വരുന്ന കാര്യം മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. വ്യക്തിപരമായി ഇത് കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ പ്രയർ വ്യത്യസ്തമായ നിലകളിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം ആത്മാവിലെ ആമേൻ ഒരു നിറവിൻ്റെ തലം നിങ്ങൾക്ക് എവിടെ കുറവ് എന്ന് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് സ്തോത്രം, അപ്പോസ്തലന്മാരെ പെന്തക്കോസ്തിന്റെ അനുഭവത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ സഹായിച്ചത് ആത്മാവിന്റെ നിറവായിരുന്നു എന്ന് ഞാൻ വായിപ്പിക്കുന്നില്ല, റഫറൻസ് പറയാം. ആമേൻ. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 30-ാം വാക്യം, 31-ാം വാക്യം, 6-ാം അധ്യായം 4-ാം വാക്യം ഒക്കെ പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം, പെന്തക്കോസ്തിന്റെ അനുഭവത്തിന് ശേഷം അഭിഷിക്തന്മാർ, അപ്പോസ്തലന്മാർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ആത്മനിറവിലായിരുന്നു എന്ന് മനസ്സിലാക്കാനായി കഴിയും. സ്തോത്രം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആത്മനിറവ് എങ്ങനെ പ്രാപിക്കണമെന്ന് കൊതിക്കുന്നവർ ഇതിനകത്ത് തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. പരിശുദ്ധാത്മാവിൻ്റെ സേവനങ്ങൾ ഏതൊക്കെ നിലകളിലാണ് നമുക്ക് ലഭ്യമായി തീരുന്നത്, ഏതൊക്കെ നിലകളിൽ നമുക്ക് ആമേൻ വെളിപ്പെടും. ഞാൻ ഒരു 8 കൂട്ടം കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു തരാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയിൽ ആമേൻ എഴുതിക്കൊള്ളൂ, പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ സേവനങ്ങൾ ഏതൊക്കെ നിലകളിലാണ് നമുക്ക് ലഭ്യമാകുന്നത്, ഏതൊക്കെ നിലകളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു തലം നമുക്ക് വെളിപ്പെടും. ഒന്ന് എഴുതിക്കോളൂ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ സഹായിക്കുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 4-ാം വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല, വാക്യം നിങ്ങൾ നോട്ട് ചെയ്തോളൂ. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ സേവനങ്ങൾ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമുക്ക് ലഭ്യമായി തീരുന്നത്? ഈ പരിശുദ്ധാത്മാവ് ഒന്ന്, പ്രാർത്ഥനയിൽ നമ്മെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? ഉറ്റിരിക്കുവാൻ സഹായിക്കുന്നു. 2, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. സ്തോത്രം. 2, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകാനായി കഴിയും. അങ്ങനെ ആത്മീക ചൈതന്യം പ്രാപിച്ചവരായി, ഏത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും തലങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ഒരാത്മീക ചൈതന്യത്തിൽ നിങ്ങൾ ആ ഒരു ചൈതന്യം പ്രാപിച്ചവരായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറുപടികൾ ലഭിക്കാൻ തുടങ്ങും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം അവിടെ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടും. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. ഇനി എഴുതിക്കൊള്ളൂ, മൂന്നാമത്തേത്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത തലം എന്താ? പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ തലം കേട്ടോളൂ,
പിതാവിങ്കലേക്കുള്ള ഒരു പ്രവേശനം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നു. പിതാവിങ്കലേക്കുള്ള പ്രവേശനം പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നു. എഫേസ്യലേഖനം 2-ാം അധ്യായം അതൊന്ന് വായിച്ചാൽ സന്തോഷമുണ്ട്. 2-ാം അധ്യായം 18-ാം വാക്യം. എഫേസ്യലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം. എവിടെ നമ്മുടെ സഹോദരങ്ങൾ? അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. കണ്ടോ, ഏകയാത്മാവിനാൽ ആരിലേക്കാണ്? പിതാവിങ്കിലേക്ക്. അപ്പൊ പ്രാർത്ഥനയിൽ, പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയിൽ, സ്തോത്രം, നമുക്ക് പിതാവിങ്കിലേക്കുള്ളൊരു പ്രവേശനം ലഭ്യമാകുകയാണ്. കൂടാതെ സ്തോത്രം, ഈ ആമേൻ, അടുത്ത ഭാഗം കേട്ടുള്ളൂ. കൃപയുടെയും 4 എഴുതിക്കൊള്ളൂ. 4 കൃപയുടെയും യാചനകളുടെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്. കൃപയുടെയും യാചനകളുടെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്. സക്കരിയ പ്രവചനം 12-ാം അധ്യായം 10-ാം വാക്യം. സ്തോത്രം, നോട്ട് ചെയ്തോളൂ. സക്കരിയ പ്രവചനം, സക്കരിയ 12:10. അവിടെ വായിക്കുമ്പോൾ കൃപയുടെ ആത്മാവേൻ യാചനകളുടെ ആത്മാവിനെ തരണമെന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ കാണാനൊക്കെ കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവിൽ, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ സേവനങ്ങൾ നമുക്ക് എന്തിനു വേണ്ടി? യാചനയുടെയും ആ ഒരു തലത്തിലേക്ക്, കൃപയുടെയും, സ്തോത്രം, ഒരു തലത്തിലേക്ക് നമ്മെ വഴി നടത്തുകയാണ്. ഇനി 5-ാമത്തെ തലം പരിശുദ്ധാത്മാവിൻ്റെ സേവനം ഏത് നിലയിലാണ് ലഭ്യമാകുന്നത്? 5 സകല സത്യവും വെളിപ്പെടുത്തുന്നു. 5 സകല സത്യവും വെളിപ്പെടുത്തുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയാണ്, സ്തോത്രം, സത്യങ്ങൾ വെളിപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ചില വെളിപ്പാടുകൾ, ചില ദൂതുകൾ, ചില നിറവുകൾ, സ്തോത്രം, ആമേൻ, വ്യക്തമായിരിക്കുന്ന സത്യങ്ങൾ നമുക്ക് ലഭിക്കും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം, നോട്ട് ചെയ്തോളൂ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. യോഹന്നാൻ 14:26, 16-ന്റെ 13-ഉം 14. 16-ന്റെ 13, 14 ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ സകല സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കാര്യങ്ങൾ കാണാൻ കഴിയും. സ്തോത്രം. ഇനി പരിശുദ്ധാത്മാവിൻ്റെ അടുത്തൊരു സേവനം, അവൻ 6 എഴുതിക്കൊള്ളൂ. 6 വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം. സ്തോത്രം. 8-ാം അധ്യായം 26-ാം വാക്യം. 7 പരിശുദ്ധാത്മാവിന്റെ അടുത്ത ഒരു സേവനം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ. 1 കൊരിന്ത്യർ 14:14 നമ്മൾ വായിച്ചു ഓൾറെഡി. 1 കൊരിന്ത്യർ 14:14. ഇനി 8-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത സേവനമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു. എഫേസ്യലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചു. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സേവനം എങ്ങനെയാണ് വെളിപ്പെടുന്നത്? ഏതു നേരത്തും. അപ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ ഈ നിലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സേവനങ്ങൾ വെളിപ്പെടുമ്പോൾ ഇനി നിങ്ങൾ അടുത്ത ടൈറ്റിൽ എഴുതിക്കോളൂ. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എങ്ങനെ ഒരുങ്ങണം? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ. ഇത്രയും സമയം കേട്ടത് ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സേവനങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്ന സേവനങ്ങളാണ്. 8 കൂട്ടം കാര്യം ശ്രദ്ധിച്ചത്. ഇനി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എങ്ങനെ ഒരുങ്ങണം? 4 കാര്യങ്ങൾ അതിനകത്ത് പറയാം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കൊതിക്കുന്ന ഒരാളാണെങ്കിൽ 4 കാര്യങ്ങൾ, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. 1, പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എന്താണ് വേണ്ടത്? 1, പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുക. പരിശുദ്ധാത്മാഭിഷേകം. ഞാൻ ഈ 4 കാര്യം വിശദീകരിക്കാം. 2, ആത്മാവിൽ നിറയുക.
ആത്മാവിനാൽ നിറയുക. ആത്മാവിനാൽ നിറയുക. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, അഭിഷേകാനന്തരമുള്ള നിറവ് പ്രാപിക്കുക. ആത്മാവിനാൽ നിറയുക എന്ന് പറഞ്ഞാൽ അഭിഷേകാനന്തരമുള്ള നിറവ് പ്രാപിക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. 2. ഇനി 3, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം ആത്മാവിനാൽ നടത്തപ്പെടുക. ആത്മാവിനാൽ നടത്തപ്പെടുക. ആത്മാവിനാൽ നടത്തപ്പെടുക. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, അനുസരിക്കുക. ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള അർത്ഥം അനുസരിക്കുക. ഇനി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എങ്ങനെ ഒരുങ്ങേണ്ട 4ാമത്തെ കാര്യം എഴുതിക്കോളൂ, അന്യഭാഷയും ഭാഷാവരവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. അന്യഭാഷയും ഭാഷാവരവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഞാനിവിടെ 4 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്? അപ്പോൾ 1, അഭിഷേകം പ്രാപിക്കുക, ആത്മാഭിഷേകം പ്രാപിക്കുക. 2, ആത്മാവിനാൽ നിറയുക. 3, ആത്മാവിനാൽ നടത്തപ്പെടുക. 4, അന്യഭാഷ ഭാഷാവര ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഈ തലങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. ഞാനിത് പറയുമ്പോൾ ഈ 4 ഭാഗം ഒന്ന് വിശദീകരിക്കും. കാരണം അഭിഷേകം പ്രാപിക്കാതെയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അതിൻ്റെ വ്യക്തത പിടികിട്ടേണ്ടതിന് ഞാൻ സ്തോത്രം ഈ 4 കാര്യം വിശദീകരിക്കാം. 1, നമ്മളിവിടെ പറഞ്ഞല്ലോ, ആത്മാഭിഷേകം പ്രാപിക്കുക. ആത്മാഭിഷേകം എഴുതിക്കോളൂ. 1ാമത്തെ ഭാഗം വിശദീകരിക്കുന്നു, ആത്മാഭിഷേകം പ്രാപിക്കുക. 4 കാര്യങ്ങളിൽ അടുത്ത നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 1, ആത്മാഭിഷേകം പ്രാപിക്കുക. പ്രത്യേകിച്ചും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. 4 കാര്യങ്ങൾ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി 4 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക, ആത്മാവിനാൽ നിറയുക, ആത്മാവിനാൽ നടത്തപ്പെടുക, അന്യഭാഷയും ഭാഷാവരും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഇതിൽ 1, 2 എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 1ാമത്തെ തലം സ്തോത്രം, ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ട 1ാമത്തെ തലം ആത്മാഭിഷേകം പ്രാപിക്കുക. ഈ ആത്മാഭിഷേകം പ്രാപിക്കേണ്ടതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ആത്മാഭിഷേകം പ്രാപിക്കാൻ 4 കാര്യങ്ങൾ വീണ്ടും നമ്മൾ ചെയ്യണം. 4 കാര്യങ്ങൾ. സ്തോത്രം. അഭിഷേകം പ്രാപിക്കാതെയുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി കൊതിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന 4 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. 1, അതിൽ എ എന്ന് പറഞ്ഞ് എഴുതിക്കോളൂ. ABC എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിക്കോളൂ. 1, പാപക്ഷമ പ്രാപിക്കുക. ആത്മാഭിഷേകം പ്രാപിക്കാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തോ വേണം? 1, പാപക്ഷമ പ്രാപിക്കുക. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, 1 യോഹന്നാൻ 1:9, റോമാലേഖനം 10:9-10, പ്രവർത്തികൾ 2:38. ഞാൻ വീണ്ടും റെഫറൻസ് പറയാം. യോഹന്നാൻ 1:12, 1 യോഹന്നാൻ 1:9, റോമാലേഖനം 10:9-10, പ്രവർത്തികൾ 2:38. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ഞാൻ വായിപ്പിക്കാതെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. 1, പാപക്ഷമ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക. അതാണ് പാപക്ഷമ പ്രാപിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. എങ്ങനെ? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് തങ്ങളുടെ പാപങ്ങൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അഭിഷേകം പ്രാപിക്കാനുള്ള 1ാമത്തെ വഴിയാണ് പറയുന്നത്. യേശുക്രിസ്തുവിൽ കൂടുതലായി വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി എവിടെ സ്വീകരിക്കണം? ഹൃദയത്തിൽ സ്വീകരിക്കണം. ഈ വാക്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ 1, പാപക്ഷമ പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക. 2, ആത്മാഭിഷേകം പ്രാപിക്കുവാനുള്ള അതിയായ വാഞ്ചയുണ്ടായിരിക്കുക. ആത്മാഭിഷേകം പ്രാപിക്കുവാൻ ഉള്ള അതിയായ വാഞ്ച ഉണ്ടായിരിക്കണം. കാരണം ദാഹിക്കുന്നവർക്കാണ് ദൈവം ആരെ കൊടുക്കുന്നത്?
ആത്മാവിനെ നൽകുന്നത്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെ. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെ. സങ്കീർത്തനങ്ങൾ 63-1, സങ്കീർത്തനം 42-1. മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഒരു ദാഹത്തെ അവിടെ പരിശുദ്ധാത്മാവ് ചൂണ്ടുകയാണ്. അപ്പോൾ അഭിഷേകം പ്രാപിക്കാനുള്ള സ്തോത്രം 4 കാര്യങ്ങൾ. 1, പാപക്ഷമ പ്രാപിക്കുക. 2, ആത്മാഭിഷേകം പ്രാപിക്കാനുള്ള അതിയായ വാഞ്ചയുണ്ടായിരിക്കുക. ഇനി 3-ാമത്തെ കാര്യം സി, എഴുതിക്കോളൂ, ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിക്കുക. ദൈവത്തിന് നമ്മെ തന്നെ സമ്പൂർണമായി എന്ത് ചെയ്യണം? സമർപ്പിക്കണം. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗം സ്തോത്രം അവിടെ എഴുതിയിട്ടുണ്ട്. ബുദ്ധിയുള്ള ആരാധനയായി, അല്ലേ? സ്തോത്രം, സമ്പൂർണമായി നമ്മൾ കർത്താവിന് വേണ്ടി നമ്മെ സമർപ്പിക്കണം. ഇനി 4, അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യണ്ടേ? 4-ാമത്തെ കാര്യം, അഭിഷേകത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുക. ഈ 4 കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഒരു ആത്മാഭിഷേകം നമുക്ക് പ്രാപിക്കാനായി കഴിയും. അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുക. ലൂക്കോസ് വിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-15 വാക്യം. ലൂക്കോസ് വിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം. 1 യോഹന്നാൻ 5-ാം അധ്യായം 14 മുതൽ 14-15 വാക്യം. പ്രവർത്തികൾ 2:38. പ്രവർത്തികൾ 2:38. സ്തോത്രം. പെന്തക്കോസ്ത് നാളിൽ നമുക്കറിയാം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിക്ഷീകരണത്തിന്മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്ന് നമുക്കറിയാം. അതുപോലെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ആത്മാവിനാൽ നിറയുമ്പോൾ ആത്മാവ് ഉച്ചരിക്കാൻ നൽകുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും? അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങും. അത് സ്വന്തം നിലയിലല്ല കേട്ടോ. ആത്മാവ് ഉച്ചരിക്കാൻ തരുന്ന ഭാഷയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സംസാരിക്കേണ്ടത്. ഈ ഭാഷ പൊതുഭാഷയല്ല, അവരവർക്ക് ലഭിക്കുന്നത് പോലെ വ്യത്യസ്തമായിരിക്കും. സ്തോത്രം. ഓരോ തലങ്ങളിലായിരിക്കും ആത്മാ അഭിഷേകത്തിൻ്റെ നിറവ് നമ്മൾ വെളിപ്പെടുന്നത്. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്രം. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? 1, അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 4 കാര്യം ഞാൻ പറഞ്ഞു. ഇനി ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ട 2-ാമത്തെ ഭാഗം നമ്മൾ നേരത്തെ നോട്ട് ചെയ്തല്ലോ. എങ്ങനെയാണ് ആത്മാവിൽ നിറയുക? അപ്പോൾ എഴുതിക്കൊള്ളൂ. 2, ആത്മനിറവ് പ്രാപിക്കുക. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നു. ആത്മനിറവ് പ്രാപിക്കുക. 1, ആത്മാവിനെ പ്രാപിക്കുക, ആത്മാഭിഷേകം പ്രാപിക്കുക. 2, ആത്മനിറവ് പ്രാപിക്കുക. സ്തോത്രം. എന്താണ് ആത്മനിറവ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് ആത്മനിറവ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കൂ. ഒരിക്കൽ ആത്മാഭിഷേകം പ്രാപിച്ചവർ തുടർന്നും ദൈവത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ദൈവവചന പഠനത്തിലും അനുസരണത്തിലും മുന്നേറണം. മനസ്സിലായോ? നിങ്ങൾ അഭിഷേകം പ്രാപിച്ചു, അഭിഷേകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാപക്ഷമയും സ്തോത്രം, പാപക്ഷമ പ്രാപിച്ച് ആത്മാഭിഷേകം പ്രാപിക്കാനുള്ള വാഞ്ചയുണ്ടായി ദൈവത്തിന് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുമ്പോൾ, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മ ശിക്ഷകണങ്ങൾ 120 പേർ ഒരുമിച്ച് കൂടി ഇരുന്നപ്പോൾ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ നിങ്ങളുടെ മേൽ ഒരു നിറവ് വെളിപ്പെടാൻ തുടങ്ങും. അപ്പോൾ ആത്മാവ് ആ നിറവ് വരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആത്മാവ് ഉച്ചരിക്കാൻ തരുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യും? അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങും. അത് സ്വന്തം നിലയിലല്ല. സ്വന്തം നിലയിൽ ഒരിക്കലും നിങ്ങൾക്ക് നിറവ് പ്രാപിക്കാൻ കഴിയത്തില്ല. മറിച്ച് ആത്മാവ് ഉച്ചരിക്കാൻ തരുന്ന ഭാഷയിൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ, സ്തോത്രം, അവനത് വ്യത്യസ്ത അളവിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ ആ നിറവ്, ആ അഭിഷേകം പ്രാപിച്ചവർ എന്ത് ചെയ്യണം? ഇത് അഭിഷേകം പ്രാപിച്ചവരോടാണ് ഇനി പറയുന്നത്. അഭിഷേകം പ്രാപിച്ചവർ ആ നിറവ് പ്രാപിക്കാൻ
നിങ്ങൾ തുടർന്നും ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിച്ചും പ്രാർത്ഥിച്ചും ദൈവവചന പഠനത്തിലും അനുസരണത്തിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നേറണം. അങ്ങനെ മുന്നേറുമ്പോൾ, ആ അനുഭവത്തിൽ തുടരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ തുടർമാനമായ ഒരു നിറവ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. പിടികിട്ടിയോ? സ്തോത്രം. ആത്മനിറവ് എങ്ങനെയാണ് വെളിപ്പെടുന്നത്? നമ്മൾ വചന അഭിഷേകം പ്രാപിച്ച് ചുമ്മാ ഒതുക്കിക്കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വെക്കരുത്, ഒതുങ്ങിയിരിക്കരുത്. നമ്മൾ വീണ്ടും 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 പഠനം, ദൈവവചന പഠനവും പ്രാർത്ഥനയും അനുസരണവും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നേറുമ്പോൾ സ്വർഗം ആ നിറവിനെ വീണ്ടും വീണ്ടും തുടരാനിടയായി തീരും. അങ്ങനെ അതിനകത്ത് ആ നിലയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ, പ്രത്യേകിച്ചും കൃപാവരങ്ങൾ, പ്രത്യേക ഭാഷാവരം, വ്യാഖ്യാനവരം ഒക്കെ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ആമേൻ, ആ ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കരം പിടിക്കും. അപ്പോൾ ആത്മനിറവാണ് പ്രാർത്ഥനയെ സ്വാധീനിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആത്മനിറവാണ് പ്രാർത്ഥനയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകം. അതുകൊണ്ട് ആത്മനിറവ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നതും ആഴമേറിയ പ്രാർത്ഥനാ അനുഭവത്തിൻ്റെ അഭാവവും ഒക്കെ ഒരു ആത്മനിറവിൻ്റെ അപര്യാപ്തതയാണ്. അതുകൊണ്ട് സ്തോത്രം, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ ആത്മനിറവ് നമ്മൾ പ്രാപിക്കണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം ആത്മനിറവ് പ്രാപിക്കണം. ഇനി മൂന്നാമത് ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, ആമേൻ, മൂന്നാമത്തെ ഭാഗം എന്താണ്? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഒന്ന്, ആത്മാഭിഷേകം പ്രാപിക്കണം. രണ്ട്, ആത്മനിറവ് പ്രാപിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം ആത്മാവിനാൽ നടത്തപ്പെടുക. ആത്മാവിനാൽ എന്ത് ചെയ്യണം? നടത്തപ്പെടണം എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ്, ആമേൻ, അതിൻ്റെ അർത്ഥം. ആത്മാവിനാൽ നടത്തപ്പെടുക എന്താണ്? എങ്ങനെയാണ് ആത്മാവിൽ നടത്തപ്പെടാൻ കഴിയുന്നത്? സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിധേയരാകുവാൻ നമ്മളെ തങ്ങളെ തന്നെ എപ്പോഴും സമർപ്പിക്കേണ്ടതൊരാവശ്യമാണ്. സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിധേയരാകാൻ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അല്ലാതെ പരിശുദ്ധാത്മാവ് ആരെ എന്ത് ചെയ്യുന്നില്ല? വല്ലാതെ ഒന്നും നിർബന്ധിക്കുന്നില്ല. നിങ്ങളത് ചെയ്ത് ഇത് ചെയ്തെന്നൊന്നും ദൈവാത്മാവ് എന്ത് ചെയ്യല? നിർബന്ധിപ്പിക്കുന്നില്ല. പിന്നെയോ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വായിപ്പിക്കാം ആ വാക്യം, നിങ്ങൾക്കതിൻ്റെ ഗൗരവം കുറച്ചുകൂടി ലളിതമാകും ഞാൻ ആ വാക്യങ്ങൾ പറയുമ്പോൾ. സ്തോത്രം, ആമേൻ. സത്യത്തിൽ ഈ ആത്മാവിൻ്റെ ഉപദേശം കൈക്കൊണ്ട് അനുസരിക്കുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ. യോഹന്നാൻ സുവിശേഷത്തിൽ ദൈവമക്കളെക്കുറിച്ച് ഒരു പരാമർശം നടത്തുന്നുണ്ട്, എങ്കിലും കുറച്ചുകൂടെ കയറി പറഞ്ഞാൽ ആത്മാവിൻ്റെ ഉപദേശം. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചേ. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. കേട്ടോ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അടുത്ത്, നിങ്ങൾ പിന്നെ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ എത്രേ പ്രാപിച്ചത്. കണ്ടോ, ആ ആത്മനിറവ് പ്രാപിച്ച, പുത്രത്വത്തിന്റെ ആത്മാവ് നിറവ് പ്രാപിച്ചവർ. സ്തോത്രം. അവിടെ എഴുതിയേക്കുന്നത് എന്തോ? ആമേൻ, ആത്മാവിനെ അനുസരിക്കുന്നവർ. കണ്ടോ, ആത്മാവിൻ്റെ ഉപദേശം കൈക്കൊണ്ട് അനുസരിക്കുന്നവരാണ് ദൈവമക്കളെന്ന്. അപ്പോൾ ആത്മാവിനെ അനുസരിക്കുന്നവർക്കാണ് എന്ത് വെളിപ്പെടുന്നത്? ദൈവഹിതം വെളിപ്പെടുന്നത്. സ്തോത്രം. എൻ്റെ മുന്നേ പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ അനുസരിക്കാത്തത് ഏറ്റവും വലിയ പാപമാണ്. നിങ്ങൾ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം പറയുന്നു, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 1 തെസ്സലോനി 5:19 പറയുന്നു, ആത്മാവിനെ കെടുക്കരുത്. പ്രവർത്തികൾ 5:3-4 വായിക്കുമ്പോൾ ആത്മാവിനോട് വ്യാജം പറയരുത്. പ്രവൃത്തി 7:51 വായിക്കുമ്പോൾ അവനോട് മറുത്ത് നിൽക്കരുത്. എബ്രായ ലേഖനം 10:29 വായിക്കുമ്പോൾ ആത്മാവിനെ നിന്ദിക്കരുത്. ഇതൊക്കെ ഉപദേശങ്ങളാണ്. എന്താണ് ഉപദേശങ്ങൾ? ആത്മാവിനിൽ നടത്തപ്പെടാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഉപദേശം അനുസരിക്കണം. ആത്മാവിനെ അനുസരിക്കാതിരുന്നാൽ അതെന്തായി മാറും? പാപമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ആത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. എഫേസ്യ ലേഖനം 4:30, 1 തെസ്സലോനി 5:19 ആത്മാവിനെ കെടുക്കരുത്. പ്രവൃത്തി 5:3-4 ആത്മാവിനോട് വ്യാജം കാണിക്കരുത്, വ്യാജം പ്രവർത്തിക്കരുത്. അനന്യാസ് സഫീറയുടെ കാര്യം നമുക്കറിയാം. വ്യാജം കാണിക്കരുത്. പ്രവൃത്തി 7:25 ആത്മാവിനോട് അവനോട് മറുത്ത് നിൽക്കരുത്. എബ്രായ ലേഖനം 10:29
ആത്മാവിനെ നിന്ദിക്കരുത്. അപ്പോ ഈ ഉപദേശങ്ങൾ തള്ളിക്കളയാതെ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ അവരിലൂടെ എന്ത് നടക്കും? ദൈവ ഇഷ്ടം നിറവേറപ്പെടും. സ്തോത്രം. അതുകൊണ്ട് ആത്മാവിനാൽ നടത്തപ്പെടണം. ആത്മാവിനാൽ നടത്തപ്പെടണം. ആത്മാവിൽ നടത്തപ്പെടുന്നവർ ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. ഉപദേശം അനുസരിക്കുന്നവർ. എന്താണ് ഉപദേശം? ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനോട് വ്യാജം പറയരുത്, അതിനോട് മറച്ചു നിൽക്കരുത്, നിന്ദിക്കരുത്. സ്തോത്രം. ഈ ഉപദേശങ്ങൾ തള്ളിക്കളയാതെ ആത്മാവിനെ അനുസരിച്ച് നാം മുമ്പിലേക്ക് പോകുമ്പോൾ ദൈവ ഇഷ്ടം നമ്മുടെ പ്രാർത്ഥനയിൽ നിറവേറപ്പെടും. ഇനി 4, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് ഒരുക്കപ്പെടേണ്ടത്? 4-ാമത്തെ കാര്യം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഞാൻ ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷയിൽ. സ്തോത്രം. പരിശുദ്ധാത്മാഭിഷേകം, ആത്മനിറവ്, ആത്മാവിനെ അനുസരിക്കൽ എന്ന ഈ പറഞ്ഞ 3 അനുഭവങ്ങളുള്ളവരെ, സ്തോത്രം, മനസ്സിലായോ? പരിശുദ്ധാത്മാഭിഷേകം, ആത്മനിറവ്, ആത്മാവിനെ അനുസരിക്കൽ. ഈ 3 അനുഭവമുള്ളവരെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങും. മനസ്സിലായോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങും ഈ 3 അനുഭവമുള്ളവരെ. അത് 2 നിലകളിലാണെന്നുള്ളത് കുറച്ചുകൂടി ലളിതമാക്കി തരാം. സ്തോത്രം. 2 വിധത്തിൽ. പ്രത്യേകിച്ചും നമ്മളൊന്ന് കേട്ടു, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ. റോമാലേഖനം 8:26 നമ്മൾ വായിച്ചു. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 2, അന്യഭാഷയിൽ. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ തുടക്കത്തിൽ വായിച്ചു, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അബലമായിരിക്കുന്നു. അപ്പോൾ ആത്മനിറവ്, ആത്മാവിനെ അനുസരിക്കൽ, സ്തോത്രം, ഈ നിലകൾ, പരിശുദ്ധാത്മാഭിഷേകം, ഈ 3 അനുഭവമുള്ളവരെ ദൈവാത്മാവ് തന്നെ എന്ത് ചെയ്യും? പ്രാർത്ഥനയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങും. യൂസ് ചെയ്യുമ്പോൾ ഈ 2 നിലകളിൽ, ഏത്? ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ അവരുടെ അകത്തുണ്ടാകും. 2, അന്യഭാഷയിൽ അവർ പ്രാർത്ഥിക്കും. ഇവയിൽ, സ്തോത്രം, ആമേൻ, ഏത് നിലകളിലാണ് നമ്മെ ഉപയോഗിക്കാൻ നാം ഇച്ഛിക്കുന്നത്, നാം ആഗ്രഹിക്കുന്നത്? സ്തോത്രം. അന്യഭാഷയിലാണെങ്കിൽ നാം ആ വിധത്തിൽ നാം നമ്മെ തന്നെ ദൈവസന്നിധി വിനയപ്പെടുത്തണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മെ തന്നെ അപ്പോൾ സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് മനുഷ്യാത്മാവിലൂടെ എന്ത് ചെയ്യാൻ തുടങ്ങും? പ്രാർത്ഥിപ്പാൻ, സ്തോത്രം, ആരംഭിക്കും. ഞരക്കങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച വിഷയം എന്താണെന്ന് നാം വ്യക്തമായി അറിയുന്നില്ലെങ്കിൽ നമ്മളത് പ്രശ്നമൊന്നും ആക്കണ്ട. സ്തോത്രം. ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഞരക്കം, ഭാരം, അസ്വസ്ഥത, ഇവയെല്ലാം നീങ്ങിപ്പോകുന്നത് വരെ, ആമേൻ. ചില ആളുകൾ പറയുന്നുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു ഭാരം, വല്ലായിക. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. അത് നീങ്ങിപ്പോകുന്നത് വരെ പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ ചില മടുപ്പിൻ്റെ അനുഭവങ്ങൾ, സ്തോത്രം, അതെല്ലാം ദൈവസന്നിധി നമ്മെ തന്നെ വിധേയപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ദൈവാത്മാവ്, ആമേൻ, അതെല്ലാം മാറ്റി അവരൊരു പ്രത്യേക തലത്തിലേക്ക് ദൈവാത്മാവിനെ കൊണ്ടെത്തിക്കും. അങ്ങനെ ഈ ഞരക്കത്തെ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് കണ്ടെത്തിക്കുകയും വിഷയത്തിന് പരിഹാരം ലഭിക്കുകയും നമുക്ക് ചെയ്യാനിടയായിത്തീരും. അപ്പോഴേക്കും നാം അനുഭവിച്ച ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കും? നീങ്ങിപ്പോയിരിക്കും. അതുകൊണ്ടാണ്, സ്തോത്രം, ആമേൻ, റോമാലേഖനം 8:27 ആമേൻ നമ്മൾ വായിച്ചല്ലോ, ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കണവൻ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാം. ഭാഷാവരത്തിൽ, പ്രത്യേകിച്ചും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിശ്ചയിക്കുന്ന പക്ഷം നമ്മൾ അതിനുവേണ്ടി സമർപ്പിക്കപ്പെടണം, വിധേയപ്പെടണം. സ്തോത്രം. ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിനാകയാൽ നമ്മെ വിനയപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ മനുഷ്യരോടല്ല, നമ്മൾ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ല എങ്കിലും അവൻ മർമ്മങ്ങളെ, ആത്മാവിൻ്റെ മർമ്മങ്ങളെ നമ്മോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്തിൽ അവന് വിവിധ ഭാഷകളുണ്ട്. ആമേൻ, സ്തോത്രം. അവയിലൊന്നും തെളിവില്ലാത്ത
പറയാത്തതല്ലേ, എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. ആമേൻ. ഞാനിങ്ങനെ പറഞ്ഞ ഭാഗം കൺക്ലൂഡ് ചെയ്യാം. ആത്മാവിലൂടെ അന്യഭാഷയിലൂടെ സംസാരിക്കുന്നത് ആരോടാ? ദൈവത്തോടാണ്. മറ്റുള്ളവരുടെ ആത്മീയ വർധനവിനായിട്ടാണ് ആമേൻ വ്യാഖ്യാനവരം ഉപയോഗിക്കുന്നത്. അതിനാൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിപ്പാനായി സ്തോത്രം ഭാഷാവരം നമുക്ക് തരുമ്പോൾ ആ ഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പിടികിട്ടിയോ? ആ ഭാഷയിൽ പൗലോസ് പറയുന്ന, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ട് പാടും. കൊരിന്ത്യർ ലേഖനം അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് വരെ നാം ബുദ്ധിയിലൂടെ ബോധമണ്ഡലത്തിൽ അറിവുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഭാഷയെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയാവുന്ന ഭാഷ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലം മാറും. അന്യഭാഷയുടെ നിറവിൽ പ്രാർത്ഥനയിലേക്ക് ദൈവാത്മാവ് നമ്മെ കരം പിടിക്കുക. അങ്ങനെ തുടരുമ്പോൾ ആമേ സ്തോത്രം ആമേ പരിശുദ്ധാത്മാവ് അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങിയതിനാൽ അതിനായി സ്തോത്രം നാം വിനയപ്പെടുത്തിക്കൊണ്ട് നാം മുന്നിലേക്ക് വരട്ടെ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ആമേൻ ആത്മാവിൻ്റെ സഹായത്താൽ നാം പ്രാർത്ഥനയിലേക്ക് കയറി വരണം. പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവാകയാൽ ബുദ്ധിയിൽ പ്രാർത്ഥിപ്പാൻ, വേണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ ഒക്കെ നമ്മെ സഹായിക്കുന്നു. ബുദ്ധിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവിശ്വാസം ആഹാരം കൊണ്ട് മുമ്പേ വെച്ചേക്കുക, അതിന് മുമ്പിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവിടെ അന്യഭാഷയിലെ പ്രാർത്ഥനയല്ല വരേണ്ടത്, അവിടെ ബുദ്ധിയിലെ പ്രാർത്ഥനയൊക്കെയാണ് ഉയരേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ആമീൻ. എങ്കിലും അതും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെ ആയിരിക്കണം. സ്തോത്രം. പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന മനുഷ്യന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം അത്യന്താപേക്ഷിതമാണ്. പരിശുദ്ധാത്മാവ് യാചനയുടെ ആത്മാവാണ്, കൃപയുടെ ആത്മാവാണ്. ആ നിലകളിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ ആത്മാവിലെ പ്രാർത്ഥന, അതായത് പോരാട്ട പ്രാർത്ഥന. സ്തോത്രം. ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കും. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് സ്തോത്രം ഇതിനോട് ബന്ധപ്പെട്ട് പുറകാലം നമുക്ക് പഠിക്കാം. യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയും ദൈവരാജ്യവും എന്ന വിഷയമൊക്കെ പിന്നത്തെ ക്ലാസ്സിൽ ചിന്തിക്കാം. കർത്താവ് ആത്മാവിൽ പ്രാർത്ഥിക്കാം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ നിർത്തുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളിൽ ചുമക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയാണ് ആത്മനിറവ് പ്രാപിക്കേണ്ടത്? ആത്മനിറവ് പ്രാപിച്ചാൽ നാം എന്തായിരിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. നിന്റെ ജനത്തിന് കുറച്ചുകൂടെ തെളിവായി സ്തോത്രം. ആമേൻ. നിന്റെ ജനത്തിന് അവിടെ നിന്ന് കൈമാറിയ ദൈവ ശബ്ദത്തിനായി സ്തോത്രം. തിരുകരങ്ങളിൽ സമർപ്പിച്ച നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരും ആത്മാവിൽ പ്രാർത്ഥനയിൽ പോരാടാൻ കർത്താവെ അവിടുന്ന് സഹായിക്കപ്പെടേണ്ടതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് അങ്ങനെ തന്നെ ചെയ്യുന്നതിന് നന്ദി. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.